കൃപയിന്നാഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിന്നാഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പേതിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിന്നാഴമറിയാൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? ഇന്നലത്തെ ക്ലാസ്സും ആക്ഷൻ സോങ്ങും ആരാധനയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് നമുക്ക് പാപത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാമല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെല്ലാം സുഖമായിരിക്കുന്നോ? ഓൺലൈൻ പഠനവും വലിയ തിരക്കുകളുമൊക്കെ ആയിരിക്കും അല്ലേ? എന്നിരുന്നാലും പ്രിയ കുട്ടികളെ, ഈശോയോടൊപ്പം അല്പസമയം നമുക്ക് ചിലവഴിച്ചാലോ? ഈശോയാണ് നമ്മെ സ്നേഹിക്കുന്നത്, ഈശോയാണ് നമ്മെ പരിപാലിക്കുന്നത്, ഈശോയാണ് നമ്മെ വഴി നടത്തുന്നത്. ആ ഈശോയോടൊപ്പം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ജീവിതത്തിൽ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ പാവനാത്മാവേ നിത്യസഹായക, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമായി വരദാനമേകാനായി. പാവനാത്മാവേ പാവനാത്മാവേ നിത്യസഹായക, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമായി വരദാനമേകാനായി. ശ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. വിശ്വാസസ്ഥൈര്യം നീയേകണേ, വിജ്ഞാനമെന്നിൽ നീ തൂകണേ. വിശ്വാസസ്ഥൈര്യം നീയേകണേ, വിജ്ഞാനമെന്നിൽ നീ തൂകണേ. വരദാനങ്ങളേഴുമേകുവാൻ നീ വന്നിൻ ആത്മാവിൽ ചേരൂ. വരദാനങ്ങളേഴുമേകുവാൻ നീ വന്നിൻ ആത്മാവിൽ ചേരൂ. പാവനാത്മാവേ പാവനാത്മാവേ നിത്യസഹായക, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമായി വരദാനമേകാനായി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം തിരുവചനം.
പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇരുട്ടിന്റെ മക്കളായി ജീവിക്കുവാനല്ല, പ്രത്യുത പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുവാനാണ് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ വിശ്വസ്തതയെ അംഗീകരിക്കാതെ, ദൈവത്തിന്റെ സത്യസന്ധതയെ അംഗീകരിക്കാതെ പിശാചിന്റെ പ്രലോഭനങ്ങളിലും പിശാചിന്റെ തന്ത്രങ്ങളിലും വഴങ്ങി. പിശാചിന്റെ വാക്കുകളെ വിശ്വസിച്ച മനുഷ്യന് എന്നേക്കുമായി ദൈവ തേജസ് നഷ്ടമായി. ദൈവ തേജസ് നഷ്ടമായ മനുഷ്യൻ പാപി എന്ന പേരിൽ അറിയപ്പെട്ടു. ആദി മാതാപിതാക്കളായ ആദവും ഹവ്വായും ദൈവകൽപ്പനകൾ തിരസ്കരിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവകൽപ്പന തിരസ്കരിച്ച മനുഷ്യന് എന്നേക്കുമായി പറുദീസ നഷ്ടമായി, അല്ലേ? ഇതിൽ നിന്നും നമുക്ക് ലഭിച്ച ബോധ്യം, അല്ലെങ്കിൽ ഇതിൽ നിന്നും നമ്മൾ പഠിച്ച പാഠം എന്താണ്? ദൈവപ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരും എന്നല്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ ഫരിസയരും നിയമജ്ഞരും കൊണ്ടു നിർത്തുന്ന കഥ നാം എല്ലാം വായിച്ചിട്ടുണ്ടല്ലോ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന് മുമ്പിൽ അവർ കൊണ്ടു നിർത്തിയത് എന്തിനാണ്? മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. എന്നാൽ ഈശോ അവളെ എങ്ങനെ വിധിക്കുന്നു എന്നറിയാനാണ് ഫരിസയരും നിയമജ്ഞരും യേശുവിന്റെ മുമ്പിൽ അവളെ കൊണ്ടു നിർത്തിയത്. ഈശോ ഫരിസയരോടും നിയമജ്ഞരോടുമായി പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു, മുതിർന്നവർ തുടങ്ങി ഏറ്റവും ചെറിയവർ വരെ കല്ല് താഴെയിട്ട് തിരിച്ചുപോയി എന്ന്. എല്ലാവരും പോയ ശേഷം ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. Master, this woman was taken in adultery, in the very act. Now Moses, in the law, commanded us that such should be stoned. But what sayest thou? What sayest thou? He that is without sin among you, let him first cast a stone at her.
man accuses, hath no man condemned thee. കുട്ടികളെ, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? ഒലിവ് മലയിൽ കർത്താവ് ഒരു ദേവാലയത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം. ആ സ്ത്രീക്ക് വേണ്ടി യേശുക്രിസ്തു പ്രതികരിച്ചതിനാൽ ശത്രു കരുതിയ ഒരു കല്ലും അവളുടെ മേൽ പതിഞ്ഞില്ല. അവളുടെ ശാരീരികമായ മരണത്തിൽ നിന്നും യേശു അവൾക്ക് വിടുതൽ നൽകുന്നു. അവളുടെ ആത്മാവിൽ സംഭവിക്കാനിരുന്ന നിത്യമരണത്തിൽ നിന്നും വിടുതൽ നൽകാൻ യേശു പറയുന്നു, ഇനിമേലിൽ പാപം ചെയ്യരുത്. എന്താണ് യേശു അങ്ങനെ പറയാൻ കാരണം? പാപം എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്, ഒരു സത്യമാണ്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് മനുഷ്യന്റെ പാപമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിന്റെ വേതനം മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. വീണ്ടും തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ട കുട്ടികളെ, ശുദ്ധീകരണമില്ലാതെ സകല വഴികളിലും നടന്ന് സകല പാപം ചെയ്ത് ആവശ്യമില്ലാത്ത സകലതും കണ്ട് ജീവിതം നശിപ്പിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയ വിശുദ്ധി വേണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഹൃദയ വിശുദ്ധീകരണമാണ്. അവന്റെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന പാപത്തിന്റെ അവസ്ഥയെ അറിയുക എന്നുള്ളതാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തെറ്റു പറ്റുക മാനുഷികമാണ്. എന്നാൽ തെറ്റിൽ തുടരുന്നതോ പൈശാചികമാണ്. ആദവും ഹവ്വായും പാപം ചെയ്തു, ദൈവം അവരെ ശിക്ഷിച്ചു. സഹോദരനെ കൊന്ന കായനെ ദൈവം ശിക്ഷിച്ചു. പിതാവിനെ ധിക്കരിച്ച ധൂർത്തപുത്രൻ പശ്ചാത്താപത്തോടെ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് അവനെ സ്വീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. പാപം ചെയ്യുന്ന മനുഷ്യന് ദൈവവുമായി സഹോദരനുമായി രമ്യപ്പെടുവാൻ തിരുസഭ നൽകുന്ന സൗജന്യ ദാനമാണ് കുമ്പസാരമെന്ന കൂദാശ. ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് വരുന്നതാണ് അനുരഞ്ജന കൂദാശ അഥവാ കുമ്പസാരം. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപം ക്ഷമിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18 കർത്താവ് അവിടുന്ന് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും. അവ രക്തവർണ്ണമെങ്കിലോ കമ്പിളി പോലെ വെളുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവ തിരുമുമ്പിലിരുന്ന് നമ്മളുടെ പാപ അവസ്ഥയെ തിരിച്ചറിയുവാൻ അവിടുന്ന് നമുക്ക് സൗജന്യദാനമായി നൽകുന്ന കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവവുമായും സഹോദരങ്ങളുമായി രമ്യപ്പെടുവാൻ കഴിയട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കേട്ട് നിങ്ങൾ മടുത്തോ? എങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഒരു ആക്ഷൻ സോങ് കളിച്ചാലോ? സന്തോഷത്തോടെ ഉത്സാഹത്തോടു കൂടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഹീറോ ആകാം. Star, 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 ഞാനൊരു സൂപ്പർ സ്റ്റാറാണേ.
ആക്ഷൻ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമുക്ക് ഒരു തവണയും കൂടെ നമുക്ക് ആക്ഷൻ സോങ് കളിച്ചാലോ? കൂട്ടുകാരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓണാവധിയൊക്കെ ആഘോഷിക്കുവാണല്ലോ എല്ലാവരും അല്ലേ? ഓണമൊക്കെ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചോ നിങ്ങള്? എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചൊക്കെ കരുതുകയാ സിസ്റ്റർ. ഓണത്തിന്റെ കളികളും പാട്ടുകളും ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണല്ലോ. ഈ കൊറോണ വൈറസ് വന്നതോടെ നിങ്ങൾക്ക് പഠനവും പരീക്ഷയും ധ്യാനവും ഒക്കെ ഓൺലൈൻ വഴിയായി. അങ്ങനെ നമ്മളൊരു ക്രിസ്ത്യൻ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആയിരിക്കട്ടെ. നിങ്ങൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ കേട്ടു പാപത്തെ കുറിച്ച്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടുന്നതാണ് ത്രിത്വേക കുടുംബം. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ മക്കളെ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ ഇപ്പൊ എല്ലാരും പറയുമെന്നും എനിക്കറിയാം. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ആദ്യം ചോദിക്കുന്നേ. നമ്മൾ ആദ്യമായിട്ട് എവിടെയാ ബൈബിളില് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തെ കുറിച്ച് കാണുന്നത്? ആര് പറയും? ശരിയാണ്, ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിശുദ്ധാരൂപിയെ കുറിച്ച് കാണുന്നത്. എവിടെയാത് കൂട്ടുകാര് പറഞ്ഞേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ എന്ത് കാണുകയാണ്? രൂപരഹിതമായിരുന്ന ജലത്തിനു മീതെ പരിശുദ്ധാരൂപി ചലിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, ആകാശവും ഭൂമിയും ആദ്യം സൃഷ്ടിച്ചു, രൂപരഹിതമായിരുന്നു. അപ്പോൾ ജലത്തിനു മീതെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം നടന്നുവെന്നാണ് വചനത്തിൽ നമ്മൾ കാണുക. അവിടെയാണ് നമ്മൾ ആദ്യം പരിശുദ്ധാരൂപിയെ പരിചയപ്പെടുന്നത്. കൂട്ടുകാരൊക്കെ ബൈബിള് വായിക്കുന്നവരല്ലേ?
പുതിയ നിയമം മാത്രമല്ലല്ലോ, പഴയ നിയമവും നിങ്ങൾ വായിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? പരിശുദ്ധാരൂപയെ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന തൃത്വത്തിന്റെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? നമ്മൾ പരിപാലകനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാത്തിനെയും പരിപാലിച്ച് നയിക്കുന്ന പരിശുദ്ധാത്മാവ് അല്ലെ? അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണോ അല്ലയോ? പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്, മൂന്നാമനായ പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പൊ നമുക്കറിയാം, പഴയ നിയമത്തിൽ ആരംഭിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ കുട്ടികളെ? ഇല്ല അല്ലെ? നമുക്കറിയാം, മുന്നോട്ടുള്ള ബൈബിളിന്റെ പുസ്തകങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ഉൽപ്പത്തി തുടങ്ങി 73 പുസ്തകങ്ങളുണ്ട് നമ്മുടെ ബൈബിളിൽ അല്ലെ? അപ്പൊ അവിടെയൊക്കെ നമ്മൾ എല്ലാ പുസ്തകത്തിലും തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി കഴിഞ്ഞ പുറപ്പാട് പുസ്തകത്തിലൂടെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ കാണും? പ്രവാചകന്മാരെ കണ്ടുമുട്ടും, പൂർവ്വപിതാക്കന്മാരെ കണ്ടുമുട്ടും, രാജാക്കന്മാരെ കണ്ടുമുട്ടും, ന്യായാധിപന്മാരെ കണ്ടുമുട്ടും. അപ്പൊ ഇവരിലൊക്കെ പ്രവർത്തിച്ച ഏക വ്യക്തി ആരെന്നാ കാണുന്നേ? പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ കാണുകയാണ് അല്ലെ? അപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, പഴയ നിയമത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ആരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്? ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ചിത്രം കൂട്ടരെ നമ്മൾ കാണും അല്ലെ? അപ്പം വരാനിരിക്കുന്ന രക്ഷകൻ അതാരാണ്? യേശുക്രിസ്തു അല്ലെ? ആ രക്ഷകനെ സ്വീകരിക്കാൻ ഒരു ജനത്തെ ഒരുക്കുക എന്നതായിരുന്നു പരിശുദ്ധാരൂപയുടെ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധാരൂപി ശക്തമായിട്ട് ആവസിച്ചിരുന്ന വ്യക്തികളായിരുന്നു ആര്? പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെ, ന്യായാധിപന്മാരും ഒക്കെ എന്തായിരുന്നു? പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം ശക്തമായിട്ട് ആവസിച്ചിരുന്ന വ്യക്തികളായിരുന്നു. നമുക്കറിയാം, പ്രവാചകന്മാരാണ് ദൈവത്തെ കുറിച്ച് നമുക്ക് അറിവ് തരുന്നത്. അത് അവരുടെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധാരൂപി അവര് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് എന്ത് നടക്കുന്നത്? അവർക്ക് ദൈവത്തെ കുറിച്ച് തെറ്റുകൂടാതെ നമ്മളോട് പറയാൻ സാധിച്ചത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ആര്? നമ്മളെപ്പോഴും പിതാവ്, പുത്രൻ, മൂന്നാം സ്ഥാനമാണല്ലോ പരിശുദ്ധാത്മാവ് അല്ലെ? ഒരേ സ്ഥാനവും ഒരേ പ്രാധാന്യവും നമ്മൾ കൊടുക്കണം ആർക്ക്? തൃത്വത്തിന്റെ 3 വ്യക്തികൾക്കും. അപ്പം നമുക്ക് ഒരിക്കലും തരം താഴ്ത്തി കാണാൻ പറ്റില്ല പരിശുദ്ധാത്മാവായ ദൈവത്തെയും അല്ലെ കുട്ടികളെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറയുന്ന കാര്യങ്ങള്? പുതിയ നിയമത്തിൽ കൂട്ടരെ, പുതിയ നിയമത്തിൽ രക്ഷകനായ യേശുക്രിസ്തു ദൈവാരൂപി നിറഞ്ഞവനാണെന്നും ദൈവാരൂപിയുടെ ദാനങ്ങളാൽ സമ്പന്നനാണെന്നും നമ്മൾ വായിക്കാറുണ്ട് അല്ലെ? അപ്പം നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു മിശിഹായിൽ പ്രവേശിച്ച പരിശുദ്ധാത്മാവിന്റെ ചിത്രം നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി പരിശുദ്ധാത്മാവായതിൽ കുടികൊള്ളുകയാണ് യേശുക്രിസ്തുവിൽ. അടുത്ത നമുക്കൊരു പാട്ട് കേട്ടാലോ? നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു പാട്ട് ഇപ്പൊ നമ്മൾ കേൾക്കുക. ഇതിലൂടെ സഞ്ചരിച്ച് പുതിയ നിയമത്തിലേക്ക് എത്തി. വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ യാത്രയല്ലേ കൂട്ടരെ? നമ്മൾക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടെയും ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുവിന്റെ ജനനം തന്നെ നമുക്കറിയാം എന്താണ്? പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധ അമ്മയിൽ പ്രവേശിച്ച് അല്ലെ, പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് സന്ദേശം നൽകി. അതിനിതാ കർത്താവിന്റെ ദാസി എന്ന് കീഴ്വഴങ്ങിയത് കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവപുത്രനെ നമുക്ക് കിട്ടി. ത്രിത്വ കുടുംബത്തിലെ 2ാമത്തെ ആളായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിങ്ങൾ വേറെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ അല്ലെ? കൂട്ടുകാർ പഠിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ ആവസിച്ചു. പരിശുദ്ധ അമ്മ ആ സന്ദേശത്തിന് അമ്മയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് ഉരുവായി. നമുക്കറിയാം, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ജനിച്ച പുത്രനാണ് ആര്? ദൈവത്തിനായ യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടറിയാം, ഈശോയുടെ ജീവിതത്തിലേക്ക് പോയി നോക്കിയാല് എന്താണ് നമ്മൾ കാണുക? യേശു പ്രസംഗിച്ചതും പഠിപ്പിച്ചതും മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നിറഞ്ഞതായതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടുന്ന് പഠിപ്പിച്ചുള്ളൂ. അവിടുത്തെ കേൾക്കുവാൻ 10,000 ജനങ്ങൾ തിങ്ങിക്കൂടി. എന്തുകൊണ്ടാ? പരിശുദ്ധാരൂപിയാണ് യേശുവിലൂടെ സംസാരിച്ചത്. നമുക്കറിയാം, ദൈവകൃപയിൽ ജനിക്കുന്നവർക്ക് ദൈവിക ജീവൻ പകരുന്ന ആരാ?
പരിശുദ്ധാത്മാവാണ്. നമ്മുടെയൊക്കെ ജനനം പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജനിച്ചതും നമ്മുടെ ജീവിതവും ഒക്കെ. അതെ, അപ്പൊ നമുക്കറിയാം ഈ രക്ഷകന് വഴിയൊരുക്കുന്ന ഒരു ചിത്രം നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു. മറന്നുപോയോ? ഇല്ലല്ലോ. കുറച്ചു മുമ്പ് സിസ്റ്റർ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പുതിയ നിയമത്തിലേക്ക് വന്ന് യേശുവിന് രക്ഷകന് വഴിയൊരുക്കുവാൻ അവിടെയും കുറച്ചുപേരെ ദൈവം സജ്ജമാക്കി വെച്ചിരുന്നു. ആ പേരുകളൊക്കെ ഒന്ന് പറയാവോ? ആരുടെയൊക്കെ പേര് പറഞ്ഞ് ഈശോയുടെ ജനനത്തിന് ഒരുക്കി കുറച്ചുപേരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരാരൊക്കെയായിരുന്നു? ആരാ പറയുന്നേ? സക്കറിയ, എലിസബത്ത്, സിമയോൻ, അന്ന, അങ്ങനെ എക്സിട്ര എക്സിട്ര കുറെ പേരുണ്ടല്ലേ. ഈശോയുടെ വരവിന് വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധാരൂപി നിറഞ്ഞ വ്യക്തികൾ അല്ലേ. പിന്നെ നമുക്കറിയാം ഇതിനൊക്കെ ശേഷം ഒരാള് എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ അതാരായിരുന്നു? സ്നാപയോഹന്നാൻ. അറിയാലോ, കൂട്ടർക്കെല്ലാം അറിയാലോ. സ്നാപയോഹന്നാനോ നമുക്കറിയാം. സ്നാപയോഹന്നാന്റെ ജനനം ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്താ സംഭവിച്ചേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് പരിശുദ്ധ അമ്മ സ്നാപയോഹന്നാന്റെ അമ്മയായ എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോ തന്നെ സന്തോഷത്താൽ കുതിച്ചു ചാടിയ വ്യക്തി ആര്? സ്നാപയോഹന്നാൻ അല്ലെ. അപ്പം ഈ സ്നാപകയോഹന്നാനെ ഈ ദൈവം ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി അല്ലെ. അപ്പം നമുക്കറിയാം യേശുവിന്റെ ജനനം തന്നെ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിന്റെ പരമോന്നതയിൽ നിറവേറ്റപ്പെട്ട നിമിഷമാണേത്? ഈശോയുടെ ബെത്ലഹേമിലെ ജനനം. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ വീണ്ടും ത്രിത്വിക കൂട്ടായ്മ കാണുന്നത് എവിടെയാ? അല്ലെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിലൊക്കെ കടന്നു വന്നു എന്ന് നമ്മൾ കാണുന്നത് എവിടെയാ? അത് തന്നെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, മിടുക്കൻ. ഈശോയുടെ മാമോദീസ വേളയിൽ നമ്മൾ പിന്നെ അവിടെ എന്ത് കാണുകയാണ്? പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു അല്ലെ. എന്നിട്ട് എന്താ പറഞ്ഞേ? നമ്മളോടൊക്കെ ഇടയ്ക്ക് നമ്മുടെ അപ്പനും അമ്മയൊക്കെ പറയുന്ന പോലെ നീ എന്റെ പ്രിയപുത്രൻ അല്ലെ, പ്രിയപുത്രി അല്ലെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടെ നമ്മൾ എന്ത് കാണുകയാണ്? പിതാവിന്റെ പുത്രൻ അവിടെ ഓൾറെഡി ഉണ്ട്. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം നമ്മൾ അവിടെ കാണുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നേ? പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന വ്യക്തികളില് അവിടെ ആ നിമിഷം എന്തുണ്ട്? ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ സാന്നിധ്യവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോ അല്ലെ, ധ്യാനങ്ങളൊക്കെ കൂടുമ്പോ ആത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി ദാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ദാഹിച്ച് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനൊക്കെ പറയും. അപ്പൊ നമുക്ക് ചില മടിയൊക്കെ തോന്നാറുണ്ടല്ലേ, കൈ ഉയർത്തി സ്തുതിക്കാനൊക്കെ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയത്ത് തന്നെ ദൈവത്തിന്റെയും പുത്രനായ ഈശോയുടെ സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെ. ഓക്കെ, എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈശോയുടെ മാമോദീസ വേളയിൽ എന്ത് കാണുകയാണ്? പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മ, 3 വ്യക്തികളെ നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എല്ലാ കാര്യവും ഉൾക്കൊള്ളിക്കുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ എന്ത് കാണുന്നു? പിന്നെ ഈശോനെ മരുഭൂമിയിലേക്ക് നയിക്കുന്ന ഒരു ചിത്രം നമ്മൾ എവിടെ കാണും? സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതെവിടെയാ? ഈശോനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. എത്ര ദിനരാത്രങ്ങൾ? 40. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ കൂട്ടരെ? 40 ദിവസം വെള്ളമില്ല ഭക്ഷണവും ഇല്ലാതെ കഴിയാൻ പറ്റും? നമ്മളൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആർക്കും സാധിക്കുന്ന കാര്യമാ അല്ലെ. അപ്പൊ ഈശോനെ ആരാണ് മരുഭൂമിയിലേക്ക് നയിച്ചെന്ന് പറഞ്ഞത്? മിടുക്കി. ആരാണ്? പരിശുദ്ധാരൂപിയാൽ ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. എന്നിട്ട് 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടി ഈശോ. എങ്ങനെ ഈശോയ്ക്ക് സാധിച്ചത്? പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തോ ആണ് ആരായിരുന്നത്? പുത്രനായ ഈശോ ആയിരുന്നത്. എന്നിട്ടോ ഈ 40 ദിവസങ്ങൾക്ക് ശേഷമോ പിന്നെന്താ സംഭവിച്ചേ? അതിനുശേഷം വീണ്ടും ആത്മാവ് ഈശോനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അല്ലെ. ഗലീലയിലേക്ക് മടങ്ങിപ്പോയി ഈശോ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നേ? ഗലീലയിലേക്ക് പോയി അവിടെ പോയി തീഷ്ണതയോടെ പ്രസംഗിക്കുന്ന ഒരു ഈശോയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നേ. ആ പ്രസംഗം കേൾക്കാനൊക്കെ തടിച്ചുകൂടിയ ആൾക്കാരൊന്നും എനിക്കറിയത്തില്ല, എണ്ണമൊന്നും. ഒത്തിരി പേര് തടിച്ചുകൂടി. കാരണം എന്താ? ആത്മാവിൽ ജ്വലിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകള് എന്തായിരിക്കും? മറ്റുള്ളവർക്ക് കൊതിയോടെ കേട്ടിരിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കും. അപ്പൊ അങ്ങനെ ഈശോ അങ്ങോട്ട് തീഷ്ണതയോടെ ആരെക്കുറിച്ചാ പ്രസംഗിക്കുന്നേ? പിതാവായ ദൈവത്തെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചു. ആയിരങ്ങൾ ഓടിക്കൂടി. ഏറ്റുപോകാൻ പറഞ്ഞാൽ പോലും പോകാത്തൊരവസ്ഥയിൽ അവര് ഊണില്ല, ഉറക്കമില്ല, ഭക്ഷണമില്ലാതെ അവരെന്ത് ചെയ്തു? പിതാവായ ദൈവത്തെ കുറിച്ച്
ദൈവരാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഇമ വെട്ടാതെ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന് കേട്ടു. ഇങ്ങനെയല്ലേ എല്ലാവരും ക്രിസ്ത്യധ്യാനത്തിന് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ധ്യാനിക്കാനും ദൈവവചനം കേൾക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല താല്പര്യത്തോടെ എല്ലാവരും ഇരിക്കുന്നത് നല്ല കുട്ടികൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ ഈശോ പിന്നെ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? കുരിശു മരണവും പീഡാസഹനവും അല്ലേ? അപ്പൊ അവിടെയൊക്കെ ഈശോ നമുക്കറിയാം, നിങ്ങൾക്കറിയാം ഗെത്സമനിയിലെ പ്രാർത്ഥനകളും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാ. അപ്പൊ അവിടെയൊക്കെ ഈശോയ്ക്ക് ശക്തി പകർന്നതാണ് ആരാണ്? വീണ്ടും സിസ്റ്റർ പറയുകയാണ് എന്ത്? പരിശുദ്ധാത്മാവാണ്. അപ്പം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ത്? പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാല് നമ്മുടെ ജീവിതയാത്രയില് നമുക്കൊരു കൊറോണ വൈറസിനെയും പേടിക്കണ്ട, ഓൺലൈൻ പരീക്ഷേനെയും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട അല്ലേ? ശരിയല്ലേ? നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇന്ന് മുതൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി, ദാനങ്ങൾക്ക് വേണ്ടി, ഫലങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാവരും? എല്ലാവരും പിതാവായ ദൈവത്തോടും പുത്രനായ ഈശോയോടൊക്കെ പ്രാർത്ഥിച്ച് നിർത്തുവാണോ? പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ? ഉണ്ടല്ലേ? ഓക്കെ, കുറച്ചുകൂടെ തീഷ്ണതയോടെ നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അല്ലെ? എന്ത്? പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. നമുക്കറിയാം സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോഴും മത്തായിയുടെ സുവിശേഷം തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ എന്ത് കാണുന്നു? എല്ലായിടത്തും നമ്മൾ കാണുന്നത് എന്താണ്? സുവിശേഷകന്മാരിലും അതിന് കഴിഞ്ഞുള്ള സ്ത്രീഹന്മാരിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ കാണുകയാണ്. ഏത് സുവിശേഷത്തിലാണ് ഏറ്റവും അധികം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ആരാ പറയുന്നത്? ഏത് നമുക്ക് എത്ര സുവിശേഷങ്ങളാ ഉള്ളേ? 4 സുവിശേഷങ്ങള്. ഏത് സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്? ഏത് മിടുക്കൻ അല്ലെ ഏത് മിടുക്കി പറയുവാൻ ഉത്തരം? ആരാ പറഞ്ഞല്ലോ? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദനമുള്ളത്. മറ്റു സുവിശേഷങ്ങളുണ്ട്, ബൈബിളിലുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഏത് സുവിശേഷം വായിച്ചാൽ മതി? യോഹന്നാന്റെ സുവിശേഷം. യഥാർത്ഥ സ്നേഹത്തിന് നിറകുടമായിട്ടാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? നമ്മുടെ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ അരൂപിയെ വിശേഷിപ്പിക്കുന്നത്. റോമ 5:5 കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടോ എല്ലാവരുടെ? എന്താ റോമ 5:5 പറയുന്നേ? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മിലേക്ക് സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്ന അതിലൂടെയാണ്? പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പം പരിശുദ്ധാത്മാവ് ശരിക്കും നമ്മിലേക്ക് അങ്ങോട്ട് ആവസിച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ സ്നേഹത്തിന് വേണ്ടി അങ്ങോട്ട് ഓടി നടക്കുവോ? ഇല്ല. പിന്നെ എനിക്ക് ആരുടെ സ്നേഹം കിട്ടിയില്ലേലും എനിക്കെന്താണ്? പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ജ്വലിക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ആരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ വേറെ വഴികൾ തേടിപ്പോയല്ല. എനിക്കെന്തുണ്ട്? പരിശുദ്ധാത്മാവിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ നിറയ്ക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ശരിയല്ലേ? നമുക്കറിയാം പ്രേക്ഷിതരുടെ വഴികാട്ടിയും സന്തത സഹചാരിയുമായിട്ട് വിശേഷിപ്പിക്കുന്ന ആരെയാ? അതും പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന യേശുവിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെട്ട അവസരം ഏതായിരുന്നു? കൂട്ടുകാർ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം നിറവേറിയ ഏത് അവസ്ഥയായിരുന്നു? ഏതായിരുന്നത്? പന്തക്കുസ്ത അല്ലെ? പന്തക്കുസ്തായി നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പിക്ചർ തന്നെ കാണുമ്പോൾ അറിയാം അല്ലെ? പരിശുദ്ധ അമ്മയും സ്ത്രീഹന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീനാവുകളുടെ രൂപത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതായിട്ട് ഭയങ്കര പന്തക്കുസ്ത അനുഭവം അവർക്ക് നൽകി. എല്ലാ വർഷവും നമ്മൾ പന്തക്കുസ്ത തിരുനാള് ആഘോഷിക്കുന്നുണ്ട്. തിരുസഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്ത തിരുനാളിൽ. അപ്പം നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമുക്ക് ശരിക്കും പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അനുഭവവേദ്യമായ അവസരം ഏതാന്ന് ചോദിച്ചാൽ കൂട്ടുകാരി ഇനി എന്നാ പറയും? പന്തക്കുസ്ത അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും എന്ന് നമ്മൾ കാണുന്നു ഈശോയുടെ കുരിശുമരണം, പീഡാസഹനം, കുരിശുമരണം ഒക്കെ കഴിഞ്ഞ് ഈശോവിനെ എവിടെ എത്തി? നമുക്ക് വേണ്ടി കുരിശിൽ ആത്മബലി അർപ്പിച്ചു അല്ലെ? അതിനുശേഷം ഉദ്ധാനം ചെയ്തു അല്ലെ? അപ്പം ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ പുനരാവിഷ്കരണമാണ് നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത് അല്ലെ? അപ്പം ഈ വിശുദ്ധ കുർബാനയിൽ ആരുടെ സഹവാസം ഉണ്ട്? പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് വീണ്ടും പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആലയമാണ് എന്ത്? എന്റെ ശരീരം, നിങ്ങളുടെ ശരീരം. അപ്പൊ ഞാൻ എന്റെ അടുത്തിരിക്കുന്ന ആളെ നുള്ളി പറിച്ചാല്, അവരോട് വഴക്ക് കൂടിയാൽ ആർക്ക് വേദനിക്കുമായിരിക്കും?
പരിശുദ്ധാത്മാവായ ദൈവത്തിന് വേദനിക്കും. ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോടും ഒരു വഴക്കിനും പോകുന്നില്ല. നല്ല പിള്ളേരായിട്ടോട്ട് പിന്നെ അങ്ങോട്ട് പോവാം മുന്നോട്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മിലൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയമായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആര് കുടികൊള്ളുന്നുണ്ട്? അപ്പൊ നമ്മളൊരു കൂട്ടുകാരനെ ഞുള്ളി കളിച്ചാൽ ആർക്ക് വേദന എടുക്കും എന്നങ്ങ് ചിന്തിക്കുക. പരിശുദ്ധാരൂപിക്ക് വേദനിക്കും. അതുകൊണ്ട് ഞാന് അങ്ങനത്തെ യാതൊരു കാര്യങ്ങൾക്ക് വേണ്ടി പോകില്ല. ഞാൻ വളരെ നല്ല കുട്ടിയായിട്ട് ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ആരംഭിക്കുകയാണ്, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് കേട്ടോ ഈ ഓണാവധിക്ക് കിട്ടിയിരിക്കുന്ന ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ. ഭയങ്കര ഭാഗ്യമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ഓക്കെ, ഇനി നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ കുറച്ച് തിയറി ആയിട്ടൊക്കെ കേട്ടു, അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പഠനകാലങ്ങളിലൊക്കെ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? എനിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം, കുറച്ച് ബുദ്ധി വേണം, അല്ലേ? ആരെ ആശ്രയിച്ചാൽ മതി? ആരോട് ഇനി മുതൽ പ്രാർത്ഥിച്ചാൽ മതി? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മണിമണിയായിട്ട് പറയുമെന്നൊക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നില്ല, എല്ലാവർക്കും അറിയത്തില്ല പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എത്ര, ഫലങ്ങൾ എത്ര, വരങ്ങൾ എത്ര. അപ്പം ഈ വരങ്ങളും ദാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒത്തിരി, അപ്പൊ അതിന്റെ കൂടെ പെടുന്നതാണ് എന്ത്? ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ആവശ്യമായിരിക്കുന്ന സമയം. അപ്പം പരിശുദ്ധാരൂപിയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് സന്തോഷമായി, സമാധാനമായി, ആകുലതയും ഉത്കണ്ഠയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ കൂട്ടരെ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതില് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായും ദാനങ്ങൾക്കായും ഫലങ്ങൾക്കായും നമ്മൾ ഇന്ന് മുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, വേണ്ടേ? അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാരൂപി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് വന്ന് നിറയും. പിന്നെ നമ്മൾ കണ്ടതുപോലെ നമ്മള് സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും സമാധാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ഓർമ്മശക്തി കൊണ്ടും ഒക്കെ അങ്ങ് നിറയും. പിന്നെ നമ്മളെ കാണുന്നവർക്ക് തന്നെ എന്താണ്? പ്രത്യേക ഒരു അനുഭവം ഫീൽ ചെയ്യും. എന്താണല്ലേ? ഭാഗ്യപ്പെട്ടവര് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്താകുന്നു? നല്ലത് മാത്രമാകുന്നു. നമ്മൾ നല്ലത് ചിന്തിച്ചാലാണത് നല്ല വാക്കായിട്ട്, നല്ല പ്രവൃത്തിയായിട്ട് നമ്മിലൂടെ വരികയുള്ളൂ. അപ്പം പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ എന്നിൽ നിറയ്ക്കണമേ എന്ന് കുട്ടികളായ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഇന്നത്തെ ദിവസം ആത്മാവെ, അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രമേ എന്നെ നയിക്കാവൂ. അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും എന്നെ അനുവദിക്കാവൂ. അവിടുത്തെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ പാപിയായി എന്നിൽ നിറയ്ക്കണമേ എന്ന് കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിങ്ങളിലുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇനി എന്താ കേൾക്കണ്ടേ? മതിയോ? അപ്പൊ നമ്മൾ കണ്ടു, അല്ലെ? പഴയ നിയമത്തിൽ തുടങ്ങി, ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് തുടങ്ങി, പുതിയ നിയമത്തിൽ വന്ന് യേശുവിന്റെ കുരിശുമരണ, ഉത്ഥാനം, പിന്നെ സ്വർഗാരോഹണ വേള, അല്ലെ? അവസാനം വരെ നമ്മൾ ഓരോ വ്യക്തികളെ എടുത്ത് നോക്കിയാലും നമ്മൾ അവിടെ എന്ത് കാണും? എല്ലാ ദൈവിക മനുഷ്യരിലും പരിശുദ്ധനായ പരിശുദ്ധാരൂപി പ്രവർത്തിച്ചിരുന്നതായിട്ട് നമ്മൾ കാണും. അപ്പം നമ്മൾ അതിന് പിൻഗാമികളാ, അല്ലെ? ദൈവജനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മളിലൂടെ ആരുടെ പ്രവർത്തനം നടക്കണം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കണം. നമ്മളെ കണ്ടുമുട്ടുന്നവരില് ദൈവിക പ്രചോദനം ഉള്ള കുട്ടിയാണ് ഇവൾ എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടണം. ആ രീതിയിലായിരിക്കട്ടെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്ര, നിങ്ങളുടെ പഠന കാലഘട്ടവും തുടർന്നുള്ള ജീവിതവും ഒക്കെ ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല സമയം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം കണ്ണുകൾ അടച്ച് ഏറെ തീഷ്ണതയോടെ ഭക്തിയോടെ പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ, എത്ര പാടിയാലും നാഥ
സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി. സ്നേഹതീരം ആശ്വാസമല്ലോ, നന്ദി ചൊല്ലുന്നിതാ. ഏകുന്നിതാ നന്ദി സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി. സർവം സമർപ്പിച്ച ത്യാഗമേ, നിന്റെ സ്വർഗീയ ദാനങ്ങൾ വർണ്ണ്യമല്ലോ. പ്രിയമാർന്ന മക്കൾക്കു ജീവനേകാൻ നിൻ കരുണാർദ്ര ജീവനെ നൽകിയല്ലോ. ഈ സ്നേഹദാനം സൗഭാഗ്യമല്ലോ, ഈ സ്നേഹഗീതം ആശ്വാസമല്ലോ, നന്ദി ചൊല്ലുന്നിതാ. എത്ര സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ, എത്ര പാടിയാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ. ഇതുവരെ നീ ചൊരിഞ്ഞ നന്മകളോർത്തു പോയാൽ ഇനി വരും നാളുകൾ മതി വരുമോ? ഏകുന്നിതാ നന്ദി സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി. ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ കേട്ട ക്ലാസ്സുകളുടെ വെളിച്ചത്തിൽ പാപത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ബോധ്യമുള്ളവരായി തീരാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്കായി നമ്മൾക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹൃദയ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്ത കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രേത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, പ്രത്യുത ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്നരുളി ചെയ്ത് ഞങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയും ഒക്കെ ഒരുക്കി വെച്ച് ഞങ്ങളെ നിരന്തരം സ്നേഹിച്ച് വഴി നടത്തുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നൊരു ദിനം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ദാനമായി നൽകി. ഇന്നൊരു പ്രഭാതം കാണാതെ ഒരുപാട് മക്കള് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴും ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതി ചേർത്ത് ഒരു ദിനവും കൂടി അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി. തമ്പുരാനെ, തിരുമുൻപിലായിരിക്കുമ്പോൾ നന്ദിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവേൻ, അവരെ തടയരുത്, എന്തെന്നാൽ അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഏറെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന ഒന്നിനും കുറവില്ലാതെ ഒരു കൂട്ടുകാരനെ പോലെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ അവിടുത്തെ തിരുമുൻപിലേക്ക് ഒരു കാണിക്കയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ, ഞങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ദൈവമേ, എളിമയോടെ സ്നേഹത്തോടെ ദൈവത്തിരുമുൻപിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകം മുഴുവൻ ഒരു കൊറോണ വൈറസിന്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ എൻ്റെ കർത്താവെ, പരിശുദ്ധനും പരമശക്തനുമായ അവിടുത്തെ തിരുമുൻപിൽ എളിവരും പാപികളും അയോഗ്യരും അശക്തരുമായ ഞങ്ങളും മുട്ടുകുത്തുന്നു. എന്നെ കൂടാതെയോ എൻ്റെ ആത്മാവിനെ കൂടാതെയോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ദാനിയേലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലീശായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സ്ലേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ഈ തിരുമണിക്കൂറിലും ഞങ്ങളിലും നിറയപ്പെടുവാൻ ഞങ്ങൾ ഉള്ളൊരുകി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമുക്കും പ്രാർത്ഥനാപൂർവം പിതൃസന്നിധിയിലായിരിക്കാം. സ്നേഹം നിറഞ്ഞൊഴുകും ഈശോതൻ തിരുഹൃദയം, കരുണാർദ്ര സ്നേഹം നിറഞ്ഞൊഴുകും ഈശോതൻ തിരുഹൃദയം. മാനവ മക്കളെ പാടി വിളിക്കുന്ന ആശ്വാസദായകൻ ദൈവം, ആശ്വാസദായകൻ ദൈവം. കരുണാർദ്ര സ്നേഹം നിറഞ്ഞൊഴുകും ഈശോതൻ തിരുഹൃദയം.
വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈശോയെ, ഈ മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവിടുത്തെ ഉള്ളം കൈയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ കൊച്ചു കേരളം, ഇന്ത്യ മഹാരാജ്യം, ലോകം മുഴുവനും ഈ കൊറോണ വൈറസിന്റെ പിടിയിലമർന്ന് ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവുമായി ജോലിയില്ലാതെ വേലയില്ലാതെ ഒരുപാട് മക്കള് അലയുമ്പോൾ എൻ്റെ തമ്പുരാനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ വലിയ മഹാവ്യാധിയിൽ നിന്ന് കാത്തുരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒരുപക്ഷെ കൊച്ചു കൊച്ചു അസ്വസ്ഥതകളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ തകർച്ചകളായി അവിടുന്ന് ഞങ്ങൾക്ക് മാറ്റിയിട്ടില്ല. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നന്ദി എന്നൊരു വാക്ക് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എൻ്റെ തമ്പുരാനെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിരന്തരം ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളും അവിടെ അങ്ങയെ സ്നേഹിക്കാൻ, അവിടുത്തോടൊപ്പം ആയിരിക്കാൻ, നിന്റെ ഹിതം മാത്രം അനുസരിച്ച് ഈശോയെ നിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവവഴിയെ എപ്പോഴും വ്യാപരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ ഞങ്ങൾ കേട്ടു പാപവും പാപ സാഹചര്യങ്ങളെക്കുറിച്ചും. വിശുദ്ധ ബൈബിളില് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആദവും ഹവ്വായും ആദിമാതാപിതാക്കളായ ഈ ആദവും ഹവ്വായും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോയ കഥ. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് പറിച്ചു തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം ദൈവം ഒരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദിമാതാപിതാക്കളായ ആദത്തോടും ഹവ്വായോടും പറഞ്ഞു, ഈ ഒരു ഫലത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. ദൈവം കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ ആദിമാതാപിതാക്കളെ പരീക്ഷിക്കാൻ സാത്താൻ ഇവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാത്താൻ തന്ത്രപൂർവം ഇവരോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാൻ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അഥവാ ഏതെങ്കിലും ഒരു വൃക്ഷത്തിലെ ഫലം തിന്നരുത് എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? നിഷ്കളങ്കരായ മനുഷ്യർ സത്യം തുറന്നു പറഞ്ഞു, ഈ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഞങ്ങൾക്ക് പറിച്ചു തിന്നാം, പക്ഷേ ആ കാണുന്ന ആ ഒരു മരത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് എന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്നും ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാത്താൻ അവരോട് പറയുകയാണ്, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ജീവിക്കുകയുള്ളൂ, നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കും, നിങ്ങൾ ആ ഫലം പറിച്ചു തിന്നുകൊള്ളുക എന്ന്. നമുക്കറിയാം, കഥയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ സാത്താന്റെ ചതിക്കുഴിയിൽപ്പെട്ട് ആദിമാതാപിതാക്കള് ദൈവം തിന്നരുത് എന്ന് പറഞ്ഞിരുന്ന കനി പറിച്ചു തിന്നു. ആ പഴം പറിച്ചു തിന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയാകാൻ തുടങ്ങി. ലജ്ജയായി ദൈവസന്നിധിയിൽ നിന്ന് അവർ ഓടി ഒളിക്കുകയാണ്. അന്ന് വൈകുന്നേരം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കാണാൻ ദൈവം ഏദെൻ തോട്ടത്തിലേക്ക് കടന്നു വരുന്നു. തമ്പുരാൻ കടന്നു വരുന്ന ശബ്ദം കേട്ട്, ദൈവം ഉലാത്തുന്ന സ്വരം കേട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ പച്ചിലകൾക്കിടയിൽ ഓടി ഒളിക്കുകയാണ്. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ പാപം ചെയ്തു എന്ന്. തമ്പുരാൻ ദൈവം അവരെ അന്വേഷിച്ചു വരുമ്പോൾ അവരെ ഏദെൻ തോട്ടത്തിൽ കാണുന്നില്ല. അവർ പേടിച്ച് ഒളിച്ചു. അവരുടെ പാപത്തിൻ്റെ ഫലമായി അവർക്ക് ഏദെൻ തോട്ടം നഷ്ടപ്പെടുകയാണ്. ഏദെൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കിയെങ്കിലും അവരുടെ വിഷമവും സങ്കടവും വേദനയും ദുഃഖവും മുറവിളിയും കണ്ട് ദൈവം അവരെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. നാം പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാലും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ തേടി വരുന്ന ഒരു ദൈവം
നമുക്കുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ വചനം പറയുന്നു, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്ന്. തമ്പുരാൻ കരുണാസമ്പന്നനാണ്, ദയാലുവാണ്. നാം എത്രയൊക്കെ പാപം ചെയ്താലും നമ്മുടെ പാപത്തിൻ്റെ കണക്ക് അവിടുന്ന് ഓർക്കുകയില്ല. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ നാം അവിടെ കണ്ടെത്തുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടി അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി. അവർ ദൈവത്തോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശ കൽപ്പിച്ചിരിക്കുന്നത്. ഈ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ ഈശോയുടെ തിരുമുമ്പിലേക്ക് കൊണ്ടുചെന്ന് ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ചോദിക്കുകയാണ്, ഇവളെ ഇനി എന്ത് ചെയ്യണം? നീ എന്താണ് പറയുന്നത്? നിലത്ത് കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്ന ഈശോ ഇത് കേട്ട് നിവർന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന്. തമ്പുരാന്റെ ഈ സ്വരം കേട്ട ഇവർ ഓരോരുത്തരായി, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു എന്നാണ് ദൈവവചനം പറയുന്നത്. ഒടുവിൽ യേശുവും ഈ സ്ത്രീയും മാത്രം അവിടെ അവശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ എന്ന്. അവൾ മറുപടി പറയുന്നു, ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. യേശു എന്നിട്ട് അവളോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. ഇതാണ് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം എന്ന് പറയുന്നത്. അവൻ കരുണയുള്ളവനാണ്, ദയാവായ്പുള്ളവനാണ്. പാപം ക്ഷമിക്കും അവിടുന്ന്. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ തമ്പുരാൻ നമ്മളോട് എത്രയേറെ കരുണ കാണിക്കുന്നു, അത്രയേറെ തീഷ്ണതയോടെ ദൈവത്തിലേക്ക് അടുക്കാൻ നാം കടപ്പെട്ടവരാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. കുഞ്ഞുങ്ങളായ നമ്മെ തമ്പുരാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് എന്ന്. കുഞ്ഞുങ്ങളായ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. നിഷ്കളങ്കരായ മക്കളുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ അവിടുന്ന് വളർന്നു വന്നതുപോലെ ഞങ്ങളെയും സഭയ്ക്കും സമൂഹത്തിനും അധികാരികൾക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാം പ്രിയപ്പെട്ടവരായി വളർത്തിക്കൊണ്ടുവരാൻ, ഞങ്ങൾ വളർന്നു വരാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ആനന്ദവിശാലമാ ആഴികളൊക്കെയും ഒരു കൈക്കുമ്പിളിൽ അളന്നവനേ, ആകാശമൊക്കെയും ചാണിലൊതുക്കിയ അതുല്യനാമെൻ്റെ തമ്പുരാനേ, മിഴിപൂട്ടി കരം കൂപ്പി പുകഴ്ത്തുന്നു ഞാൻ. ആനന്ദവിശാലമാം ആഴികളൊക്കെയും ഒരു കൈക്കുമ്പിളിൽ അളന്നവനേ.
നല്ലവനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച എല്ലാ നന്മകളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈശോയെ, ഞാൻ നിസ്സാരനാണ്, ഞാൻ പാപിയാണ്, ബലഹീനനാണ്, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ അത് നമ്മെ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. നമുക്കറിയാം, ഈ കൊറോണയുടെ ഈ മഹാവ്യാധിയുടെ കാലത്ത് നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിലിരുന്നാണ്, ഓൺലൈൻ വഴിയാണ് പഠിക്കുന്നതൊക്കെ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. എത്രമാത്രം ഞാൻ എൻ്റെ അധ്യാപകരോട് സഹകരിച്ച് ഈ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെയാണോ വ്യാപരിക്കുന്നത്? പള്ളിയിലൊന്നും നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ ദൈവവിശ്വാസം കുറഞ്ഞു പോയോ അതോ കൂടുതലായോ? ദൈവത്തിനു മുമ്പാകെ നമുക്ക് വിചിന്തനം നടത്താം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി വളർന്നു വരുവാൻ, ദൈവഹിതം മാത്രം അന്വേഷിക്കുന്നവരായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരും എല്ലാം ഞങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായി, ഞങ്ങൾ നന്മയിൽ ജീവിക്കുന്നവരായി വളർന്നു വരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുവരെ തമ്പുരാൻ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മയാണ് ഈശോയെ ദൈവിക ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിക്കൊണ്ടുവന്നത്. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്മേലും അമ്മ ഇടപെടണമേ. ഈശോയെയും കൂട്ടി ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങൾ ദൈവേഷ്ടം മാത്രം നിറവേറ്റുന്ന നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അമ്മ ഈശോയെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ ഞങ്ങളെയും അമ്മ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധാത്മാക്കളെ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ വിശുദ്ധി നിറഞ്ഞ, കളങ്കമേശാത്ത, നന്മ നിറഞ്ഞ നല്ല മക്കളായി തീരാൻ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വിശുദ്ധിയുടെ നറുമലരായി തീരാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. Sin
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, മനസ്സിനെ, ശരീരത്തെ ഒക്കെ ഒരുക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യമുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധന. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ആരാധനയെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചോ? ഇന്നേ ദിവസം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. നന്മയിൽ ഞങ്ങളെ സൂക്ഷിക്കണേ.